ഹലോ, വെൽക്കം ടു ദിസ് പെപ്പ ക്യാൻഡി. എല്ലാവരും സുഖമായി സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു റിക്വസ്റ്റഡ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. 2 ആഴ്ച മുമ്പ് ഞാനൊരു ചിക്കൻ സ്റ്റേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് എൻ്റെ അടുത്ത് കുറച്ച് ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബീഫ് സ്റ്റേക്കിൻ്റെ റെസിപ്പി കൂടി ഇടുമെന്ന്. അത് കാരണം ഇന്നത്തെ റെസിപ്പി ബീഫ് സ്റ്റേക്ക് വിത്ത് മഷ്റൂം സോസ് ആൻഡ് റോസ്റ്റ് ചില്ലി പൊട്ടാറ്റോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒന്ന് ഫ്ലാറ്റൻ ചെയ്ത് വെച്ച ബീഫ് സ്റ്റേക്ക് ഒരു ഫോർക്ക് കൊണ്ടൊന്ന് പോക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് പെപ്പർ പൗഡറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇവിടെ സ്റ്റേക്ക് പീസായിട്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടും. ഇത് നമുക്കൊരു 30 മിനിറ്റ്സ് ഈ കുരുമുളക് പൊടിയും ഉപ്പും ഒന്ന് പിടിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചില്ലി പൊട്ടാറ്റോ ഉണ്ടാക്കാനായിട്ട് പൊട്ടാറ്റോസ് ഒന്ന് സോക്ക് ചെയ്ത് വയ്ക്കാം. വെള്ളത്തിൽ കട്ട് ചെയ്ത പൊട്ടാറ്റോസ് ഒന്ന് സോക്ക് ചെയ്ത് വയ്ക്കാം കുറച്ച് നേരം. എന്നിട്ട് വെള്ളം ചൂടാകുമ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത ശേഷം നമുക്ക് പൊട്ടാറ്റോസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് ഡ്രെയിൻ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിനേക്കൊരു കോട്ടിങ് വേണം. അതിനായിട്ട് മൈദ, കോൺഫ്ലവർ, ചില്ലി ഫ്ലേക്സ്, ആവശ്യത്തിന് ഉപ്പ്, ഗാർലിക് പൗഡർ, പാപ്രിക്ക, ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരല്പം ഒലീവ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ചൂടാക്കിയ ഒലീവ് ഓയിലാണെങ്കിൽ കുറച്ചുകൂടി ക്രിസ്പി ആയിട്ടിരിക്കുമേ പൊട്ടാറ്റോസ്. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് കുക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്ത്, അതൊരു ഹാഫ് കുക്ക് പൊട്ടാറ്റോസ് ഡ്രെയിൻ ചെയ്ത് വെച്ച് ഇതിനകത്തേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ടോസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടത് മിക്സ് ആക്കി എടുക്കുക. കാര്യം ഞാൻ വിട്ടുപോയായിരുന്നു, കുറച്ച് ഒറിഗാനോ കൂടെ ചേർക്കണേ. ഇതൊന്ന് ബേക്കിംഗ് ട്രേയിലേക്ക് നിരത്തിയിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു പ്രീ ഹീറ്റഡ് അവനിൽ 180 ഡിഗ്രീസിൽ ഒരു 15 മിനിറ്റ്സ് ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. സെയിം മെത്തേഡ് നമുക്ക് സ്റ്റൗ ടോപ്പിൽ ഒരു ഓപ്പൺ പാനിൽ വെച്ച് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് മഷ്റൂം സോസിലേക്ക് വേണ്ട വൈറ്റ് സോസ് ഉണ്ടാക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ, മെൽട്ടാവുമ്പോൾ 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. മൈദ ഇട്ട ഉടനെ തന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കും. മാത്രമല്ല കട്ടയായി പോവും. ഇതിനകത്തേക്ക് നമുക്ക് ഏകദേശം 1 ഗ്ലാസ്സോളം പാലൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ വിസ്ക് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇത് കട്ടയായി പോകും കേട്ടോ. നമുക്ക് ഈ ഒരു ടെക്സ്ചറിൽ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് വൈറ്റ് സോസ് റെഡിയാവും. ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു സവാള ചെറുതായി ചോപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു 3 ഗാർലിക് പോട്ട്സും കൂടെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക. അതായത് 1 ടേബിൾ സ്പൂൺ വേണം നമുക്ക് ഗാർലിക് ചോപ്പ് ചെയ്ത്. അപ്പോൾ പാനിലേക്ക് ബട്ടർ ഇട്ടതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് ഗാർലിക് ഇട്ട് കൊടുക്കാം. ഗാർലിക് നന്നായി ബട്ടറിലേക്ക് ഇൻഫ്യൂസ് ചെയ്യണം. അതിൻ്റെ ആ ടേസ്റ്റ് നന്നായി വരണം കേട്ടോ. അതിനകത്തേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ടത് ബ്രൗൺ ആകുമ്പോൾ മഷ്റൂം ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ സോസും സൂപ്പും എല്ലാം ഉണ്ടാക്കുമ്പം ഫ്രഷായിട്ട് പൊടിച്ചെടുക്കുന്ന കുരുമുളകാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇതിനകത്തേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വൈറ്റ് സോസും കൂടി ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളവും കൂടി ഇവിടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം അല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ സ്റ്റോക്കോ അല്ലെങ്കിൽ ചിക്കൻ സ്റ്റോക്കോ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇനി ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു ക്യൂബ്സ്, എൻ്റെ ഇപ്പോൾ വെജിറ്റബിൾ സ്റ്റോക്കും ഇല്ലായിരുന്നു, ചിക്കൻ സ്റ്റോക്കും ഇല്ലായിരുന്നു. അത് കാരണം ഞാൻ ചിക്കൻ ക്യൂബ്സാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. 1 ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. ക്യൂബ്സ് ഇടുന്നുണ്ടെങ്കിൽ ഉപ്പ് ശ്രദ്ധിച്ചിടുക. ഇതിനകത്തേക്ക് നമുക്ക് ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ മഷ്റൂം സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയം കൂടെ നമ്മുടെ പൊട്ടാറ്റോ ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് പുറത്തെടുത്തിട്ട് വീണ്ടും ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കുക. അടുത്ത സൈഡും അതുപോലെ ഒന്ന് റോസ്റ്റായി കിട്ടാനായിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ്സ്, അപ്രോക്സിമേറ്റ്ലി 10 മിനിറ്റ്സ് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ അപ്രോക്സിമേറ്റ് ടൈം പറയാൻ കാരണം ഓരോ അവൻ്റെ ടെമ്പറേച്ചർ സെറ്റിങ്സ് അനുസരിച്ച് സ്വല്പം വ്യത്യാസമൊക്കെ നമുക്ക് ടൈമിൽ വരും കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇതേ മെത്തേഡ് സ്റ്റൗ ടോപ്പിൽ വെച്ച് ചെയ്യാം. പക്ഷേ കുറച്ചും കൂടെ ക്രിസ്പി ആയിട്ട് തോന്നിയത് എനിക്ക് അവനിൽ വെച്ച് ചെയ്യുമ്പോഴാണ്. ആ സമയം കൊണ്ട് നമുക്ക് സ്റ്റേക്ക് പ്രിപ്പയർ ചെയ്യാം. ചൂടായ ഒലിവ് ഓയിലിലേക്ക് നമുക്ക് സ്റ്റേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഏകദേശം ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എൻ്റെ ഇരിക്കുന്ന തിൻ സ്ലൈസ്ഡ് സ്റ്റേക്കാണ്. നിങ്ങളുടെ തിക്നെസ് കൂടുതലാണെങ്കിൽ 4 സൈഡും ഇതുപോലെ തന്നെ തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. സ്റ്റേക്ക് ഗ്രില്ല് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കാനും കൂടെ ശ്രദ്ധിക്കണേ.
തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഒരല്പം ബട്ടർ ഇട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യാം. അതുകൂടാതെ ഒരു ഗാർലിക്ക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. മാക്സിമം 5 മിനിറ്റിൽ കൂടുതൽ നമ്മൾ സ്റ്റേക്ക് പാനിൽ വെക്കേണ്ട കാര്യമല്ല കേട്ടോ. അങ്ങനെ വെച്ച് നമ്മൾ സ്റ്റേക്ക് ചിലപ്പോൾ റബ്ബറി ആവാൻ ചാൻസ് ഉണ്ട്. ഞാനിവിടെ ഫുള്ളി കുക്ക്ഡ് സ്റ്റേക്കാണ് കാണിക്കുന്നത്. റെസ്റ്റോറൻറ്റിൽ നമ്മൾ സ്റ്റേക്ക് കഴിക്കുകയാണെങ്കിൽ അവർ ലെവൽ ഓഫ് കുക്കിംഗ് അനുസരിച്ച് പല ടൈപ്പ് ഓഫ് സ്റ്റേക്കായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വെൽ ഡൺ, മീഡിയം, റെയർ, അങ്ങനെ പലതരത്തിൽ ലെവലുണ്ട്. അപ്പോൾ നമ്മൾ മീഡിയം ആണ് എടുക്കുന്നതെങ്കിൽ ഇടയ്ക്കൊരു പിങ്കിഷ് ബാൻഡ് കാണും കേട്ടോ. ഞാൻ എപ്പോഴും വെൽ ഡൺ ആണ് പ്രിഫർ ചെയ്യുന്നത്. ഇനി നമ്മുടെ പൊട്ടാറ്റോസ് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് പ്ലേറ്റ് ചെയ്യാം. സ്റ്റേക്കും പൊട്ടാറ്റോസും വെച്ച് കൊടുത്തു. ഇനി നമുക്ക് സ്റ്റേക്കിൻ്റെ മുകളിലേക്ക് നല്ല ക്രീമി ഹോട്ട് മഷ്റൂം സോസും കൂടി ഇട്ട് കൊടുക്കാം. സ്റ്റേക്കിൻ്റെ കൂടെ യൂഷ്വലി മാഷ്ഡ് പൊട്ടാറ്റോ ആണ് സെർവ് ചെയ്യുന്നത്. ചിക്കൻ സ്റ്റേക്കിൻ്റെ കൂടെ ഞാൻ അതേ റെസിപ്പി ഇട്ടതുകൊണ്ടാണ് ഞാനിവിടെ ചില്ലി പൊട്ടാറ്റോ റോസ്റ്റ് കാണിച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് സ്റ്റേക്ക് വിത്ത് മഷ്റൂം സോസ് ആൻഡ് ചില്ലി പൊട്ടാറ്റോ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇത് ഫുള്ളി കുക്ക്ഡ് ആണ്. ഇപ്പം മാക്സിമം 5 മിനിറ്റ് കൂടുതൽ എന്തായാലും നമുക്ക് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. അതുകൊണ്ട് ഇത് ഫുള്ളി കുക്ക്ഡ് ആണ്. നല്ല അടിപൊളി ടേസ്റ്റ് വന്നു. അപ്പോൾ ഫ്രഷ് ബീഫ് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക, പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീൻ ഇൻ ദ വീഡിയോ. ബൈ.